ഹായ്, ഈയിടെയായിട്ട് കൂടി വരുന്നൊരു സംശയമാണിത്. എൻ്റെ കുട്ടിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, കുട്ടിക്ക് ഓട്ടിസം ആണോ? ഇതിൻ്റെ നേരിട്ടുള്ളൊരു ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ട് നിങ്ങൾ ഏതായാലും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളൊരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആവുന്നത് കൊണ്ട് 2 പാർട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാരും 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. സോ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ 60% ആൾക്കാരും നമുക്ക് തരുന്ന റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് 2 വയസ്സായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 2.5 വയസ്സായിട്ടേ ഉള്ളൂ, വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് കുട്ടി സംസാരിച്ചോളും എന്ന്, അപ്പോൾ ഇപ്പോൾ കൺസൾട്ടേഷൻ എടുക്കേണ്ടതുണ്ടോ എന്ന്. അതിൻ്റെ ഒരു മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം എത്രയും നേരത്തെ കൺസൾട്ടേഷൻ എടുത്ത് എത്രയും നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കുട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ആ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലുമായിരിക്കും. നമ്മൾ ഡിലേ ആക്കുന്തോറുമാണ് പ്രശ്നം കൂടുന്നത്. അതേപോലെ ഒരു മദറിന് തൻ്റെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റായ രീതിയിലല്ല, അല്ലെങ്കിൽ സംതിങ് ഇസ് റോങ് എന്നൊരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ 95% കേസസിലും അമ്മ ശരിയായിരിക്കും. അതുകൊണ്ട് അമ്മക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരെയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ഉടനെ ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏർലി സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ഓഫ് ഓട്ടിസം ആണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന പല സൈൻസും ചിലപ്പോൾ നോർമൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടികളിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിൽ 2 or 3 സൈൻസ് ഒരു കുട്ടിയിൽ കാണുന്നു എന്ന് കരുതി ആ കുട്ടിക്ക് ഓട്ടിസം ആവണമെന്നില്ല. ഓട്ടിസം എന്നൊരു ഡയഗ്നോസിസിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഈ ഓരോ സൈൻസും സിംറ്റംസും എല്ലാം തന്നെ കുട്ടി എത്രത്തോളം, എത്രമാത്രം അല്ലെങ്കിൽ എത്ര സിവിയർ ആണ് ഇതിൽ എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് ഐ കോണ്ടാക്റ്റിൻ്റെ കുറവ്. അതായത് നമ്മൾക്കറിയാം കുട്ടിയുടെ വളരെ നേരത്തെ ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണ് കുട്ടി നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന കാര്യം. അപ്പോൾ ഈ മുഖത്തേക്ക് നോക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് അതൊരു വാർണിംഗ് സൈൻ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഈ മുഖത്തേക്ക് നോക്കുന്നത് കുറവ് നോർമൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ കേസസിലും നമ്മൾ കണ്ടുവരുന്നതാണ്. ഇനി രണ്ടാമത്തേതാണ് ഷെയർഡ് എൻജോയ്മെന്റ് എന്ന് പറയും. അതായത് നമ്മുടെ കുട്ടിയെ കളിപ്പിക്കുമ്പോൾ കുട്ടി നമ്മളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നത്, അതായത് നമ്മൾ കുട്ടിയെ കളിപ്പിക്കുമ്പോൾ കുട്ടി നമ്മളുടെ കൂടെ കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഷെയർഡ് എൻജോയ്മെന്റ്. ഈ ഒരു സംഭവം കുട്ടിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബിഗ്ഗസ്റ്റ് വാർണിംഗ് സൈൻ ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നതാണ് അറ്റൻഷനും ജോയിന്റ് അറ്റൻഷനും ഉണ്ടാവില്ല എന്നുള്ളത്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി നമ്മളുടെ മുഖത്തേക്ക് നോക്കുന്നു, നമ്മൾ പറഞ്ഞതിലേക്ക് നോക്കുന്നു. അത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു വാർണിംഗ് സൈൻ ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പോയിന്റിങ്. അതായത് പോയിന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഒരു 12 months അല്ലെങ്കിൽ 18 months ആ ഒരു പ്രായത്തിന്റെ ഇടയിൽ ഡെവലപ്പ് ആകുന്നതാണ് പോയിന്റിങ്. അതായത് എന്ത് കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിലും കുട്ടി അതിന്റെ പേര് പറയുന്നില്ല എന്നാണെങ്കിലും ജസ്റ്റ് അമ്മയെ വലിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ അമ്മയെ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ആ ഒരു പോയിന്റിങ് രീതി കുട്ടി എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പോയിന്റിങ് ഇല്ല എന്നാണെങ്കിൽ ഇതൊരു ഓട്ടിസത്തിന്റെ ബിഗ്ഗസ്റ്റ് വാർണിംഗ് സൈൻ ആണ്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ബാബ്ലിംഗ് ഉണ്ടാവില്ല ഓട്ടിസം കുട്ടികൾക്ക്. അതായത് ബാബ്ലിംഗ് എന്ന് പറയുമ്പോൾ 6 months ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ തെറ്റ അങ്ങനെ, പിന്നെ ഒരു 9 months ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു വോക്കലൈസേഷന്റെ എമൗണ്ട് കൂടും. ഇത്തരം വോക്കലൈസേഷൻ കുട്ടികളിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ചിലപ്പോൾ ഒരു പ്രായത്തിന് മുന്നേ ഒരു 1.5 വയസ്സൊക്കെ വരെ കുട്ടിക്ക് കുറച്ചും കൂടി വേർഡ്സ് ഉണ്ടായിരുന്നു, 1.5 വയസ്സെത്തിയപ്പം പിന്നെ ഉള്ളതും പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉടനെ തന്നെ ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ വെർബൽ ആൻഡ് നോൺ വെർബൽ ഇമിറ്റേഷൻ ഉണ്ട്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ കുട്ടി നമ്മളെ പോലെ ജമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുമ്പോൾ അതേപോലെ ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ ഇങ്ങനെ കൈ വീശി കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ച് കൈ വീശുന്നത്, ഇതൊക്കെ നോൺ വെർബൽ ആണ്. വെർബൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട്സ് അതുപോലെ ഉണ്ടാക്കാൻ നോക്കുന്നത്, ഇതൊക്കെ. അപ്പോൾ ഇത്തരം ഇമിറ്റേഷൻസ് കുട്ടിയിൽ ഇല്ല, കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറൊരു കാര്യം വരുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നതാണ്. അതായത് നമ്മുടെ 1 വയസ്സാണെങ്കിലും 1.5 വയസ്സാണെങ്കിലും ആ പ്രായത്തിനനുസരിച്ച് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ 1 വയസ്സൊക്കെ ആണെങ്കിൽ കുട്ടിയോട് ടാന്ന് പറഞ്ഞ ഒരു സാധനം തരും, നോക്ക് എന്ന് പറയുമ്പോൾ നോക്കും, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇൻസ്ട്രക്ഷൻസ് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെയിം കോൾ റെസ്പോൺസ് കുട്ടിക്കുണ്ടോ എന്നത്. അതായത് പേര് വിളിച്ച കുട്ടി ഓടി വരുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, തിരിഞ്ഞു നോക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ. കാരണം ഓട്ടിസം കേസസിൽ മിക്ക പേരൻസും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, നമ്മൾ എത്ര പേര് വിളിച്ചാലും കുട്ടി ശ്രദ്ധിക്കില്ല, കേൾവിക്കുറവുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എന്നുള്ളത്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിക്ക് നെയിം കോൾ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്രയുമാണ് ഏർലി സയൻസ് ഓഫ് ഓട്ടിസത്തിന്റെ ഭാഗമായിട്ട് ഈ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ് ചെയ്യാതെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.